വണ്ടി ന്യൂട്രലാണ് ഇപ്പോൾ ഓൾറെഡി. കീ ഓൺ ആയിക്കോ. ബ്രേക്ക് ഔട്ട്. അതെ. ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഡ്രൈവിലേക്ക് ഇട്ടോ. ഡ്രൈവ് ആണോ ഇട്ടിരിക്കുന്നത്? നോക്ക് ഇവിടെ നോക്ക്. ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഓഫ് ചെയ്താ. ഇനി എന്തോ ചെയ്യണം? കാലെടുത്താൽ മതി. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തേ. മാഡം വലത് കാല് വെച്ചൊന്ന് കേറാൻ ശ്രമിച്ചു ഇതിനകത്ത് ഇല്ലേ? ഞാൻ അത് കണ്ടായിരുന്നു. ആദ്യമായോണ്ട് നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം വന്നത് കൊണ്ടാണ്. നല്ല കാര്യം. ഒന്ന് ന്യൂട്രലാക്കുക. ഒരു കാര്യം ഒന്ന് നോക്കിക്കോട്ടെ. ന്യൂട്രലേ ദേ ഇവിടെ നോക്ക്. 6 കിടക്കുന്ന. ന്യൂട്രലാക്കണേ ഇങ്ങോട്ടാ തിരിക്കേണ്ടത്. നോക്ക് ന്യൂട്രലായില്ലേ? ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്കിയാണ്. ഓക്കെയാ ചുമ്മാ. ഓക്കെയാ. റീജനറേറ്റീവ് ബ്രേക്ക് ഡ്രൈവ് കിട്ടും. ഇവിടെ നോക്ക്. ഡ്രൈവ് എവിടെയാന്ന് നോക്കിയാൽ ഇപ്പൊ 6 കിടക്കുന്നത് റിവേഴ്സിൽ. ഇപ്പൊ ന്യൂട്രലായി. ഇതേ നോക്കിയാൽ ന്യൂട്രലായി. ഡ്രൈവ് എങ്ങോട്ടാ തിരിക്കേണ്ടത്? അങ്ങോട്ട് തന്നെ തിരിക്കും. അത് ന്യൂട്രല്. ഡ്രൈവ് എവിടെയായിരിക്കുന്നത്? അപ്പൊ ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് പോകാൻ എങ്ങോട്ടാ തിരിക്കണ്ടേ? അങ്ങോട്ട് തിരിച്ചു. അത് സ്പോർട്സിലാണ് കിടക്കുന്നത്. ഒന്ന് ഡ്രൈവിലാക്കി. അത് എസ്സിലാണ് കിടക്കുന്നത്. ഡ്രൈവിലേക്കാക്കി. അതെ. ഇപ്പൊ ഡ്രൈവായി. ഓക്കെയാണോ? ഹാൻഡ് ബ്രേക്ക് ഓഫ്. പയ്യൊന്ന് മുന്നോട്ട് നീങ്ങി നോക്ക്. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക്. പതിയൊന്ന് മുന്നോട്ടൊന്ന് നീക്കി. മതി. നേരെ ആക്കിയോ. ഞാൻ പിന്നെയും അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ പൊക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അറിയാ ചവിട്ടി താത്തു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി നിർത്താവാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡ് ഒതുക്കി ഒന്ന് പയ്യെ നിർത്തിക്കുക. മതി. ഓക്കെ. വീണ്ടും നമുക്ക് മുന്നോട്ട് എടുക്കാം. എന്ത് ചെയ്യണം? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടില്ല. ധൃതി വരരുതേ. എന്നിട്ട് നോക്കി മുന്നോട്ട് പോട്ടെ. കാണാമല്ലോ അല്ലേ മിററിൽ? അല്ല. മേഡത്തിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു? എനിക്ക് വണ്ടിയുടെ വീതി ഒരു പ്രശ്നം. എനിക്ക് വണ്ടിക്ക് ഒത്തിരി വീതിയുള്ള പോലെ തോന്നുന്നത്. റോഡ് ഇത് പോരാ. നമുക്ക് റിയാസ് മന്ത്രിയോട് പറഞ്ഞിട്ട് സൈഡ് ഇത്തിരി വീതി. മേഡം സ്ഥിരം പോകുന്ന വഴി ഏതാന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇത്തിരി വീതി കൂട്ടായിരുന്നു. അങ്ങനെ വല്ല വഴിയുണ്ടോ സ്ഥിരം പോകുന്നത്? ഇപ്പൊ സ്ഥിരമില്ല. നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ഥിരം വഴിയൊന്നുമില്ല. ആവശ്യത്തിന് ഒരു വഴി അല്ല, എല്ലാ വഴിയും കൂടെ പോകുന്ന. വേഗത കുറയ്ക്കാവോ ചെറുതായിട്ടൊന്ന്? ഒന്ന് സ്ലോ ചെയ്താൽ മതി. അത്രയും വേണ്ട. ഇനി പോവാം. പോയിക്കോ. അയാളെ കടന്നു. ഇല്ല, ഇയാളെ കടന്നു പോയിക്കോ. അത് അവര് സ്ലോ ചെയ്തോളൂ. നമ്മുടെ മുന്നിലെ തടസ്സം നമുക്കല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നിലോട്ട് നോക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പുറകിൽ നിന്ന് വരുന്നവൻ അവൻ കടന്നു പോയിക്കോളും. സഡൻ ബ്രേക്ക് ചെയ്യരുത് ഒരിക്കലും. പെട്ടെന്ന് വെട്ടിച്ച് മാറ്റരുത്. അത് മാത്രം ചെയ്യാതിരുന്നാൽ പുറകിൽ വരുന്നവനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല.
മാഡത്തിന് എവിടെയെങ്കിലും നിർത്തേണ്ടി വരികയോ വേഗത കുറയ്ക്കേണ്ടി വന്നോ നേരത്തെ സ്ലോ ചെയ്ത് കാണിക്കണം പുറകിൽ വരുന്നവന്. പിന്നിലേക്ക് നോക്കി ഓടിക്കരുത്. അയാൾക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ഹോൺ അടിച്ച് മാഡത്തിനെ അറിയിക്കും. ശരിയല്ലേ? മാഡം അയാളുടെ സൈഡിലേക്ക് ചെല്ലാതിരുന്നാ മതി. ഇതേ ഒരു ഇറക്കമാണ്, ഒന്ന് പയ്യെ സ്ലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇപ്പോഴും അയാൾക്ക് വേണ്ടുന്ന സ്ഥലം എടുത്ത് മുന്നിലേക്ക് പോവുക വേണ്ടത്, അല്ലാതെ പിന്നിലേക്ക് നോക്കിയിരിക്കരുത് കേട്ടാ. അയാളെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് പതിയെ വന്നോണം. അപ്പൊ നമ്മുടെ പിന്നിലുള്ളവ നമ്മളെ ഓവർടേക്ക് പോയിക്കോളും. കണ്ട ഹോൺ അടിക്കുന്ന കണ്ട, അതിനകത്ത് അയാൾക്ക് പോകണമെന്നാ. അപ്പൊ സ്ഥലം ഒരുക്കി കൊടുക്കുക, അല്ല ഒന്ന് വേഗത കുറച്ച് കൊടുത്താൽ അയാൾക്ക് ഒരു ചാൻസ് കിട്ടുമ്പോൾ അയാൾ കടന്നു പോയിക്കോളും. ഇപ്പൊ അയാൾ കടന്നു പോയിക്കോളും. കണ്ടാ നോക്കേണ്ടി വന്നാ ഇനി പോട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡിലൊന്ന് ഒതുക്കി നിർത്താവാ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൈഡ് നോക്കി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്ക്. നിർത്തിയില്ല. ഇപ്പൊ ഒരിത്തിരി വലത്തോട്ട് കേറിപ്പോയി, സൈഡിൽ ഒതുക്കി നിർത്തിയതാ, ഒതുങ്ങി വന്നതായിരുന്നു. എന്നിട്ട് വലത്തോട്ട് തിരിച്ച് നേരെയാക്കി വെച്ചു. ഇപ്പൊ റോഡിലേക്കാ വണ്ടി ഇരിക്കുന്നത്. ശരിയല്ല, അതിനെ ധൃതി പിടിക്കരുതെന്ന് പറഞ്ഞ് അത് ഇച്ചിരി ക്ഷമയോടുകൂടി ചെയ്തിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പോസ്റ്റ് കണ്ടോണ്ടാണ് വലത്തോട്ട് ഒതുക്കിയത്. അതെന്തിനാ? പോസ്റ്റ് മുന്നിലല്ലേ ഇരിക്കുന്നത്, നമുക്ക് നിർത്താമായിരുന്നല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെയാ ചിന്തിക്കണ്ട. നമുക്ക് ഈ വണ്ടി നിർത്താമായിരുന്നു, ആ പോസ്റ്റ് മുന്നിലല്ലേ, ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അവിടെ നിർത്തിയാ പോരായിരുന്നു. പോവാം. റൈറ്റ് ഇൻഡിക്കേറ്റർ. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കിക്കോണേ. ബാക്കിലെ വണ്ടി നോക്കിട്ട് എടുത്തു. നേരെ ഏത് വീതിയാ മാഡത്തിന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവില്ല. വണ്ടി എനിക്ക് റോഡ് അങ്ങ് മൊത്തത്തില് എന്താ പറയുന്നത്, ഈ അങ്ങനെ വെട്ടിക്കരുത്, ഞാൻ പറഞ്ഞില്ലേ അതാണ് അപകടം. എനിക്കിത് ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ കാണുമ്പം പോസ്റ്റ് എല്ലാം പിടിത് മാറ്റേണ്ടി വരും. KCB പറഞ്ഞു നമ്മള് കേട്ടോ മാഡം, ഒരിക്കലും വെട്ടിച്ച് മാറ്റരുത്. പാലവും ഈ ബസ്സും കൂടെ ഉള്ള ഇടയ്ക്കുള്ള വീതി. അപ്പൊ മാഡം സ്ലോ ചെയ്താൽ മതി മാക്സിമം. മാഡത്തിന് ഇവിടെ എന്ത് സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വേഗത കുറച്ചു, അല്ലാതെ കടന്നു പോവാൻ നോക്കണ്ട. നമുക്കൊരു എക്സ്പീരിയൻസ് ആകുന്ന വരെ അങ്ങനെ പോകാനേ പറ്റുള്ളൂ. പതുക്കെ പോവാൻ നോക്കണം, കുറെ കൂടെ സ്ലോ ചെയ്തേക്കണം. അപ്പം ബിവറേജസ് ഉണ്ട്. ആ നിർത്തണ അല്ല നിർത്താനല്ലേ, ഇവിടെ ഏതൊക്കെ ടൈപ്പ് ആൾക്കാരാണെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കരുത്. ആ കാറിന് വേണ്ടുന്ന സ്ഥലം മാത്രം എടുക്കണം കണ്ട, എന്നിട്ട് പറക്കാൻ നോക്കരുത്. പതി അതിനെ അങ്ങ് കടന്നു പോകാനേ നോക്കാവുള്ളൂ. മേഡം അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചിട്ടാ ഇട്ട് വെട്ടിക്കുന്നത് വണ്ടിയെ. ഇപ്പൊ ഈ 6-7 വർഷം അന്ന് എനിക്ക് വീട്ടില് വലിയ പ്രോത്സാഹനം കിട്ടുന്നില്ല വണ്ടി എടുക്കാനുള്ള. അതാണ് എനിക്ക് പറ്റുന്ന ഒരു അബദ്ധം. മോൻ പക്ഷെ അവന്റെ നിർബന്ധത്തിനാട്ടോ ഇപ്പൊ ഞാൻ അമ്മ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോയി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. അവൻ അങ്ങനെ ഒരു തടസ്സത്തിന് വേണ്ടിയും വെട്ടിച്ച് മാറ്റരുത് വണ്ടിയെ. നമ്മൾ നേരത്തെ കാണുന്ന കാഴ്ചകൾ ഇത് കണ്ട, അവിടുത്തെ തിരക്കെല്ലാം കാണുന്നതാണ്. അപ്പൊ വണ്ടിയുടെ വേഗത വേണേ ഒന്ന് കുറച്ചു, അപ്പൊ പേടി കുറയും. നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് വന്നതല്ലല്ലോ ആ തടസ്സമൊന്നും. ഇപ്പൊ കണ്ട അയാള് നമ്മുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുക, നമുക്കറിയാം അയാളെ കടക്കണമെങ്കിൽ സ്ഥലം എടുക്കേണ്ടി വരും. ഇവിടുന്ന് പോകുമ്പോൾ അതെ അങ്ങനെ ഇതുപോലെ തന്നെ പുറകിൽ നോക്കി ജസ്റ്റ് സ്ഥലം എടുക്കുക, എന്നിട്ട് അയാളെ കടന്നു പോയിക്കോണം, പിന്നെ അവിടെ നിൽക്കരുത്. ഒരു ഹോൺ അടിച്ചാൽ അയാൾ പറയും അത്രേ ഉള്ളൂ. അയാളെ തന്നെ നോക്കിയിരിക്കരുത്, പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യരുത്. ഓക്കെയാണ്. നമ്മൾ വലത്തോട്ട് മാറേണ്ടി വന്നാൽ വലത്തെ മിറർ നോക്കണം, ഇടത്തോട്ട് വണ്ടിയെ മാറ്റേണ്ടി വന്നാൽ ഇടത്തെ മിറർ നോക്കണം, അല്ലേ? മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാ മുന്നിൽ നോക്കി തന്നെ ഓടിക്കൊണ്ടിരിക്കണം.
ഇത് നോക്കണ്ടല്ലോ. ഇതില് നോക്കണം, ഇപ്പൊ വേണം നോക്കണ്ട. വെട്ടിക്കേണ്ടി വരരുത്, ഇപ്പോഴേ നമുക്ക് കാണാം അവിടെ എന്താണെന്ന്. അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുചെല്ലണം. അത്രേ ഉള്ളൂ. കൂടുതൽ സമയം എടുത്താൽ പേടി കുറയും, വെട്ടിക്കാൻ നിൽക്കില്ല. തിരക്കാണ്, അങ്ങനെയുള്ള ഒരു സ്വന്തം എടുത്തെല്ലാം കൂടുതൽ സമയം കളഞ്ഞ് പതിയെ പോകാൻ നോക്കണം. മമ്മൂട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡത്തിന്? മേഡത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല. പുള്ളിയുടെ ഒരു മമ്മൂട്ടി ശരി. മമ്മൂട്ടി തെളിഞ്ഞപ്പോ ഞാൻ ഓർത്തേ ബൈക്കിൽ പോയ ആളുകളാണോ മമ്മൂട്ടി? അല്ല, എന്റെ പേര് മമ്മൂട്ടി എന്നാ. മമ്മൂസ് എന്നാ ചിലവര് വിളിക്കുന്നത് തന്നെ. മമ്മൂസ് എന്ന് വിളിക്കും. അതേപോലെ പുറത്തു പറയാൻ പറ്റത്തില്ല. എന്റെ കഷ്ടകാലത്തിന് മേഡം ആ സിനിമ നടനും ആ പേര് തന്നെ കിട്ടി. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ കഷ്ടകാലം. അതുകൊണ്ട് എല്ലാരും പറയും സിനിമാറിന്റെ കണ്ട് കോപ്പി അടിച്ചതാണ്. പുള്ളിയുടെ കാര്യം കണ്ടിട്ട് ഒറിജിനൽ പേരെന്തുവാ? മുഹമ്മദ് കുട്ടി. മമ്മൂട്ടി എന്നെല്ലാരും എന്നെ വിളിക്കും. പുള്ളിയുടെ മുഹമ്മദ് ഇബ്രാഹിം എന്നാ, എന്റെ മുഹമ്മദ് കുട്ടി എന്നാ. ഇനി മേഡം അതേപോലെ റിവ്യൂ തരുമ്പോ ഇങ്ങനെ പറഞ്ഞേ മമ്മൂട്ടിയും ശംഭുവും കൂടെ വന്നാണ് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് തന്നെയെന്ന് പറഞ്ഞാൽ അല്ല, ശംഭുവിനെ വേണമെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞു. എന്റെ പേര് മാറ്റണ്ട. ആണല്ലേ? കണ്ടിട്ടില്ല. ഇല്ല അഭിനയിക്കത്തില്ല. ഞാനല്ല ഇടി മേടിച്ചു കൊടുക്കുന്നത്. തിരക്ക് കാണുമ്പോ ഇത്തിരി സ്ലോ ചെയ്ത് പോയാൽ മതി. അപ്പൊ വെട്ടിക്കാൻ പറ്റില്ല, ഈസി ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് എക്സ്പീരിയൻസ് കുറവുള്ളവരാ, നമുക്ക് ചില കാര്യങ്ങൾ പതുക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ഡ്രൈവർമാർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് കെയർ ചെയ്തേക്കണം. ടീച്ചർ വെറുതെ ഞങ്ങളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ടീച്ചർ ഇവിടുന്ന് വണ്ടി പയ്യെ ഇറക്കുക, ഓടിക്കുക. അപ്പൊ മോനുള്ള സമയത്തെ ടീച്ചർ അവരുടെ കൂടെ അവന്റെ കൂടെ ഇരിക്കാനുള്ള ക്ഷമയില്ല. ഞങ്ങൾ രണ്ടുപേരുടെ വഴക്കുണ്ടാക്കും. അതങ്ങനെയാ ടീച്ചറെ. വീട്ടിലുള്ള അമ്മയായതുകൊണ്ട് അവനിക്ക് അധികാരമുണ്ട് അമ്മയാന്നുള്ളത്. അപ്പൊ ചേരത്തില്ല. അപ്പോഴവനോട് അത് സ്വാഭാവികം, നാച്ചുറൽ നടക്കുന്ന കാര്യങ്ങളാണ്. അമ്മ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോയാൽ മതി. ഞാൻ ടീച്ചറിന്റെ വരെ എന്തെങ്കിലും പറഞ്ഞ ടീച്ചർ ഇറങ്ങണ എന്റെ വണ്ടിയൊന്നും പറയത്തില്ല. അവനോട് പറയാൻ പറ്റുമോ? അവന് പറഞ്ഞ പറയാം എന്റെ വീടിന്റെ ആധാരത്തിലെല്ലാം ഒപ്പിട്ടതിന് ഞാൻ ഇറങ്ങിക്കൊള്ളാന്ന് പറയും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എന്തായാലും അമ്മ അങ്ങനെ തന്നെ പോയി പഠിച്ചാൽ മതി. ഇത് ആർക്ക് മേടിച്ചതാ ഈ വണ്ടി? ഇത് ശരിക്കും എന്റെ പേരിലായി എടുത്തത്. എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാ. പക്ഷെ അവന് വേണമല്ലോ, ഒരു വീട്ടിലെന്തിനാ ഓരോരുത്തർക്കും വണ്ടി വേണം. ഞാൻ റിട്ടയർ ചെയ്തപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്കൊരു ഗിയർലെസ് വണ്ടി കിട്ടിയ കൊള്ളാമായിരുന്നു. അപ്പം നമ്മള് സോളാറും പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇലക്ട്രിക് ആയിട്ടൊക്കെയോട്ടെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ സോളാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ നാടൻ പട്ടിയെ ഇതിനെയും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് അവന്റെ കേട്ടോ, മോന്റെ. മൂന്നെണ്ണോ? അല്ല, നാടൻ പട്ടിയുടെ കൂടെ കൂടിയ പട്ടീനെ ഇടത്തില്ല. അതാണ് ഞങ്ങള് നോക്കിയത്. അത് അവര് വലിയ സുഹൃത്തുക്കളാ. അതുകൊണ്ടാ കുഞ്ഞിലെ അങ്ങ് വളരുന്നതാ. ഓ, അതുകൊണ്ടാണ്. അഴിച്ചു വിട്ടാലുണ്ടല്ലോ മൂന്നും കൂടെ നടക്കത്തുള്ളൂ. ആണല്ല, നമുക്ക് അസോസിയേഷൻ ഉണ്ടപ്പോ പെറ്റ്സ് ആണത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മള് കുറച്ചു നേരം നിന്നപ്പോ സൈലന്റ് ആവും, പിന്നെ കുരക്കാൻ തുടങ്ങി. മനസ്സിലായി അവർക്ക് നമ്മുടെ വീട് നമുക്ക് വേണ്ടപ്പെട്ടവരാന്ന്. അതുകൊണ്ടായിരിക്കും സൈലന്റ് ആയിട്ട് നിന്നത്. വാടകത്തില്ല എന്റെ പൊന്നോ. അതാ മറ്റേത് ആരാന്നറിയാവോ? വലിയ പട്ടി. ആണല്ല? അവൻ ഇത്തിരി പ്രശ്നമാണ്. മോന്റെ കൂടെ മാത്രമേ അവൻ ചേർത്തുള്ളൂ. ആണല്ല? ഞങ്ങളുമായിട്ടൊന്നും ചേർത്തില്ല. യജമാനൻ ഒരാളെ ഉള്ളു, അതിന് ഒറ്റ ഒരാളെ ഉള്ളു. ഞാൻ അതുകൊണ്ട് അവൻ എവിടെങ്കിലും പോവാണെങ്കിൽ അവൻ പറയും തുറന്നു വിടരുത്. ഒന്നും ഭക്ഷണമാണേലും അവന്റെ അളിയനുണ്ട്, വൈഫിന്റെ ആങ്ങളെ ഒന്നും കൊടുക്കത്തുള്ളൂ. അവനുമായിട്ട് അവന് ഇഷ്ടമാണ്. അല്ല, എങ്കിലും ഇവൻ ഒരൊറ്റ ഒരാളെ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. അല്ലാതെ എത്ര ബന്ധമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ നോക്കുന്ന ആളേലില്ലേ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന പോലെ അവന് തോന്നിക്കഴിഞ്ഞാൽ അവന് മനസ്സിൽ വെക്കും. തക്കത്തിന് ഇടുമ്പോ പണി വരും. അവന് ഓരോന്നിനും ഓരോ പേര് വിട്ടിട്ടുണ്ട്. നമ്മള് പട്ടി എന്ന് പറയരുത്. എന്തോ ഒരു പേര്? അവന്റെ പേര് ബഡ്ഡി. ബഡ്ഡി. ഒരാളുടെ പേര് ബാറു. പിന്നെ കറമ്പൻ. പെണ്ണുണ്ടായത്. പെണ്ണിന്റെ പ്രസവമൊക്കെ നിർത്തിയതാ. അതിനൊക്കെ അവൻ പൈസ മുടക്കിക്കോളും കേട്ടോ. ഇഷ്ടംപോലെ കാശ് പട്ടിക്കും ചെടിക്കും വേണ്ടിയിട്ട് മുടക്കും.
അതാണ് പുള്ളിയുടെ ഇപ്പൊ പൂഴി ഇറക്കിയിട്ട് ഞാൻ ചെടിക്ക് ചെടിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പിടി കിട്ടി. വണ്ടി ഫ്രണ്ട് വരുന്നതനുസരിച്ച് അതിനെ നേരെയാക്കി എടുക്കും. നേരെയാക്കിയില്ലേ, അല്ലാതെ സ്പീഡ് കൊടുക്കരുത് കേട്ടാ. ആണല്ലേ? ഞാൻ ആക്സിലേറ്റർ വെച്ച് കൊടുക്കരുത്. വണ്ടി തിരിഞ്ഞ് നേരെ കിട്ടുന്നവരെ സ്പീഡ് കൊടുക്കരുത് കേട്ടാ. പോട്ടെ. ടീച്ചറിന്റെ സൈഡ് നോക്കി വണ്ടി ഓടിച്ചു പോയിക്കോണം. എതിർവശം നോക്കിയിരിക്കരുത് കേട്ടാ. പുറയിലൊരു വണ്ടി. അവന് പോകാൻ പറ്റത്തില്ല. ടീച്ചർ ഈ തടസ്സങ്ങളുള്ള അത്രയും കാലം ഒന്ന് വേഗത കുറയ്ക്കും. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അവൻ അവന്റെ സ്ഥലം നോക്കിയാ പോകുന്നത്. നമ്മൾ അവനെ നോക്കിയിരിക്കരുത്. ടീച്ചർ അയാളെ നോക്കിയോണ്ടല്ലേ ഇങ്ങോട്ട് മാറാൻ ശ്രമിച്ചേ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ടീച്ചറിന്റെ സൈഡേ നോക്കാവുള്ളൂ. വേഗത കൊടുക്കരുത്. മറവാണെങ്കിൽ ടീച്ചറിന്റെ സ്ഥലം മാത്രം നോക്ക്. ബ്രേക്ക് തന്നെ കാല് വെച്ചു. എന്നിട്ട് ടീച്ചറിന്റെ സ്ഥലം മാത്രം നോക്കി പോയിക്കോ. ബ്രേക്ക് ചവിട്ടി പിടിക്കണമെന്നൊന്നുമില്ല. ടീച്ചറെ കാല് അവിടെ വെച്ചു. സ്പീഡ് വേണ്ടെങ്കിൽ കുറച്ചോണം. പോട്ടെ. ടീച്ചർ ഇപ്പോഴും അപ്പുറത്ത് ഒരാളെ പ്രതീക്ഷിക്കുക. നമ്മുടെ സ്ഥലം നമുക്ക് ടീച്ചറെ നമ്മുടെ സ്ഥലം നമുക്ക് കാണാം. കണ്ടാ, നമ്മുടെ സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു പോകും. അവിടുന്ന് ആള് അവിടുന്ന് വരുന്നവൻ അവന്റെ സൈഡിൽ കൂടെ പോകും. നമ്മുടെ സൈഡിൽ കൂടെ അല്ലേ നമ്മള് പോണേ. ഇതേ ടീച്ചർ മുന്നോട്ട് നോക്കിയ ഈ സൈഡ് ടീച്ചറിനെ കാണാം. കണ്ടാ, മുന്നോട്ട് നോക്കിയിരുന്നു. പോട്ടെ പോട്ടെ. ടീച്ചർ ആ വളവ് തിരിയുമ്പോൾ ടീച്ചറിന്റെ സ്ഥലം തെളിഞ്ഞു വരും. അതിലേ കൂടെ പോയാ മതി. ടീച്ചറിന്റെ സ്ഥലം മാത്രം നോക്ക്. കണ്ട, തെളിഞ്ഞു വരുന്ന കണ്ട. ആ ബ്രേക്ക് കാല് വെച്ച് ആ സ്ഥലത്തൂടെ മാത്രം വണ്ടി ഓടിച്ചു പോകും. കണ്ട, ഇപ്പോഴും ടീച്ചറിന്റെ സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ ടീച്ചറിന്റെ സ്ഥലം ഇവിടെ ഉണ്ട്. കണ്ട, ഇങ്ങനെ നോക്കിയാണ് വണ്ടി ഓടിച്ചു പോകേണ്ടത്. സ്പീഡ് വേണ്ട. കണ്ട, പോട്ടെ. മറുവശം നോക്കാൻ പോകുമ്പോഴാ കുഴപ്പം. ഇപ്പുറത്തോട്ട് നോക്കരുത്. ടീച്ചർ വേഗത കുറച്ച് ടീച്ചറിന്റെ സൈഡിൽ കൂടെ പോയിക്കോണം. ഹോൺ അടിക്കും. ഇനി ബ്രേക്കേ കാലുവാ. എന്നിട്ട് ടീച്ചറിന്റെ സൈഡിൽ കൂടെ മാത്രം തിരിച്ചോണ്ട് വരാവുള്ളൂ വണ്ടിയെ. മുന്നോട്ട് ചെല്ലും തോറും വേണ്ട. ടീച്ചറിന്റെ സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കണം. കണ്ടാ, നേരെയാക്ക്. കണ്ടാ, ഇച്ചിരി കൂടെ പതുക്കെ ആയിരുന്നെങ്കിൽ കുറെ കൂടെ കയ്യിൽ നിന്നേനെ. അത് അപ്പുറം കാണാൻ മേലാത്ത വളവാണെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ചെയ്തേക്കണം. ഇപ്പോഴും അയാളെ നോക്കുന്ന ടീച്ചറിന്റെ സ്ഥലം ടീച്ചറെ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ഥലം ഇവിടെ ഉണ്ട്. നമ്മളിവിടെ നെഞ്ചു വിരിച്ചു നിന്ന് അവൻ വേഗത കുറച്ച് പോയിക്കോളും. ടീച്ചറിന്റെ സ്ഥലം മാത്രം നോക്ക്. ടീച്ചറിന്റെ സ്ഥലം നോക്ക്. ഇപ്പോഴും ടീച്ചർ ഒഴിഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മൾ ആരെങ്കിലും തട്ടിയിടും. അവൻ അവന്റെ വഴിക്ക് പോവുകയും ചെയ്യും. നേരത്തെ ആ ട്രാവലർ വന്നപ്പോഴും ടീച്ചർ അതാ ചെയ്ത. ടീച്ചർ ഒഴിഞ്ഞു മാറാൻ നോക്കി നമ്മൾ ആ കാറായിട്ട് തട്ടിയാനെ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ. നമ്മൾ ചിലപ്പോ അതായിട്ട് തട്ടും. എന്നിട്ട് അവൻ അവന്റെ വഴിക്ക് പോവുകയും ചെയ്യും. മറ്റവൻ നമുക്ക് പോകാനും പറ്റില്ല. കുറച്ചൊന്ന് പ്രാക്ടീസ് ആകുന്നിടം വരെ സ്പീഡിൽ പോകാൻ നോക്കരുത്. അല്ലേ, 30-ലൊക്കെ പോയാ മതിയോ? അങ്ങനെയല്ല, ടീച്ചറിന് കംഫർട്ട് ആകുന്ന രീതിയിലേ കൊണ്ടുപോകാവുള്ളൂ. മറുവശം കാണാൻ മേലാത്ത സ്ഥലത്ത് ആക്സിലേറ്റർ കൊടുത്ത് ചെല്ലരുത്. അവിടെ ബ്രേക്കിന്റെ മേളിൽ കാല് വെച്ച് നിയന്ത്രിച്ചേ കൊണ്ടുപോകാവുള്ളൂ. ഇപ്പൊ ഇതെല്ലാം കണ്ട, ചെല്ലും തോറും മറുവശം തെളിഞ്ഞു വരിക. അവിടെ നമുക്ക് പോകാം, തടസ്സമൊന്നുമില്ല. ടീച്ചർ ഇപ്പോഴും അവരെ നോക്കിയിരിക്കുന്ന. ടീച്ചറിന്റെ ഇതിലേ കൂടെ പോവാം. കണ്ടാ, ടീച്ചർ അത് ടീച്ചറിന്റെ തെറ്റാ. ടീച്ചർ സ്ലോ ചെയ്ത് കൊടുത്തപ്പോ അവൻ വിചാരിച്ചത് അവന് പോവാൻ നിർത്തി കൊടുത്തെന്നാ. ടീച്ചർ ഇങ്ങനെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടില്ലല്ലോ. ടീച്ചർ എല്ലാരും നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ? ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച ഒരാളാണ്. ടീച്ചറിന് അറിയാം 50 പിള്ളേരുണ്ട്. 50 പിള്ളേരെ ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നടക്കത്തില്ല. ചിലരുടെ രീതിക്കേ പോകത്തുള്ളൂ. വരുന്ന വണ്ടി നോക്കരുത്. പകരം ടീച്ചറിന്റെ സ്ഥലത്ത് നിവർന്ന് ഇങ്ങനെ നിന്ന് കൊടുത്തോണം. അയാൾ ഒഴിഞ്ഞു മാറിയാണ്ട. ടീച്ചർ മാറിയാ അയാൾ ഇങ്ങോട്ട് തന്നെ വരും. കണ്ടാ, അയാൾ സ്ലോ ചെയ്താണ്ട. ടീച്ചർ മാറിക്കൊടുത്താൽ നടക്കില്ല. മാറിക്കൊടുക്കും. വീണ്ടും ടീച്ചർ നേരത്തെ ബൈക്കുകാരനോട് പറഞ്ഞ പോലെ പറയേണ്ടി വരും. അവൻ എന്താ ഇൻഡിക്കേറ്റർ ഇടാഞ്ഞത്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ മുന്നിൽ തടസ്സമുണ്ട്. അപ്പൊ നമ്മുടെ സ്പീഡ് കുറയ്ക്കാ വേണ്ടത്. അല്ലാതെ ആ ലോറിയാ നോക്കരുത്. ഇങ്ങനെ നമ്മുടെ സ്പീഡ് കുറച്ച്. കണ്ടാ, ഇനി നമുക്ക് പോവാം. ആ ഓട്ടോയിൽ നോക്കരുത്. നമ്മുടെ സൈഡില് നമ്മൾ കീപ്പ് ചെയ്ത് നിൽക്കുവോ. ഒരു കാരണവശാലും അവനിക്ക് വേണ്ടി സ്ഥലം കൊടുക്കരുത്. പോയത് കണ്ട. ഇനി ബൈക്ക് തട്ടാതിരിക്കാൻ എന്ത് വേണോന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ. നിസ്സാര കാര്യോ.
സമയം കളയുമ്പോഴാണ് നമുക്ക് കെയർ ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇനിയും ആ വരുന്ന വണ്ടി നോക്കരുത്. പിന്നില് ഹോണടി ഉണ്ട്, അത് പേടിക്കരുത് ടീച്ചർ. അയാൾക്ക് കടന്നു പോകാൻ തോന്നുമ്പോ അയാൾ കടന്നു പോയിക്കോളും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹോൺ അടിച്ചടിച്ചടിച്ച് അത് ചില ടീച്ചർ ഒതുങ്ങി കൊടുക്കരുത്, റോഡിലേക്ക് തന്നെ നിൽക്കും. അതിനെന്താ, അയാൾക്ക് പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഒതുങ്ങി കൊടുക്കണ്ട, അയാൾക്ക് പോകാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ പിന്നെ റോഡിന് പുറത്ത് എങ്ങനെ ഇറങ്ങി കൊടുക്കുന്നത്?